ഇന്ന് പുറത്തു വന്ന 3 IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് RCB ടീമിനെ സംബന്ധിക്കുന്നതാണ്. RCB ഇപ്പോൾ കളി മാറ്റി ചവിട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം വരെ RCBയുടെ ക്യാപ്റ്റൻ ഡുപ്ലെസി ആയിരുന്നു. RCB ഡുപ്ലെസിയെ ഒഴിവാക്കുകയാണ്. അടുത്ത വർഷം കളിക്കാൻ ഡുപ്ലെസി ഉണ്ടായിരിക്കില്ല. താരത്തിന് ഏജായി. ഇപ്പോഴിതാ RCBയുടെ പുതിയ ക്യാപ്റ്റനായിട്ട് സൂര്യകുമാറിനെ കൊണ്ടുവരാനാണ് RCBയുടെ നീക്കം. പാണ്ഡ്യ ക്യാപ്റ്റനായപ്പോൾ സൂര്യകുമാറിനെ മുംബൈ ടീമിൽ കളിക്കാൻ അത്ര ഇഷ്ടമില്ല. സൂര്യയും ബുംറയും ഒക്കെ മുംബൈ ടീം വിടുമെന്ന റിപ്പോർട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. സൂര്യയെ മുംബൈ ടീമിൽ നിന്ന് RCBയിലേക്ക് കൊണ്ടുവരാനാണ് അവരുടെ പദ്ധതി. T20യിലെ ഏറ്റവും പവർഫുൾ ബാറ്ററാണ് സൂര്യ. ഒരുപക്ഷെ അടുത്ത IPLൽ സൂര്യകുമാർ RCB ടീമിൽ വന്നേക്കും. അടുത്തൊരു അപ്ഡേറ്റ് MS ധോണിയുമായി ബന്ധപ്പെട്ടതാണ്. ധോണി അടുത്ത വർഷം കളിക്കുമെന്ന സംശയം ആരാധകർക്കുണ്ട്. ഇപ്പോഴിതാ CSK ഒഫീഷ്യലായിട്ട് തന്നെ ഇത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ധോണി IPL 2025ലും കളിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ധോണിയെ റീറ്റെയിൻ ചെയ്യില്ലെന്നാണ് അവർ പറയുന്നത്. ഇപ്രാവശ്യം ധോണിയെ റീറ്റെയിൻ ചെയ്യുന്നില്ല. പകരം റിലീസ് ചെയ്ത് ലേലത്തിൽ തിരിച്ചു പിടിക്കാനാണ് അവരുടെ പദ്ധതി. റീറ്റെയിൻ ലിസ്റ്റിൽ ധോണിയുടെ പേര് ഉണ്ടാകില്ലെന്നാണ് CSK പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ധോണി വീണ്ടും മെഗാ ലേലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ലേലത്തിൽ റെക്കോർഡ് തുകയ്ക്ക് ധോണി വിറ്റുപോകുമെന്നത് ഉറപ്പാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ആരും തന്നെ ധോണിയെ വിളിക്കാതെ കുറഞ്ഞ വിലയിൽ CSK ടീമിന് ധോണിയെ കിട്ടും. അതിനുള്ള തന്ത്രമായിരിക്കും CSKയുടേത്. എന്തായാലും ധോണി ലേലത്തിൽ ഇപ്രാവശ്യം ഉണ്ടായിരിക്കും. അവസാനത്തെ അപ്ഡേറ്റ് രാജസ്ഥാൻ ടീമിനെ സംബന്ധിക്കുന്നതാണ്. മുംബൈ ടീമിലെ മികച്ച താരമായിരുന്നു ട്രെന്റ് ബോൾട്ട്. രാജസ്ഥാൻ ട്രെന്റ് ബോൾട്ടിനെ സ്വന്തമാക്കി. മുംബൈ ടീമിന് ഇത് വലിയ നഷ്ടമായിരുന്നു. ട്രെന്റ് ബോൾട്ടും ബുംറയും ഉണ്ടെങ്കിൽ മുംബൈ ടീമിനെ തൊടാൻ സാധിക്കില്ലായിരുന്നു. ഇപ്പോഴത്തെ ബുംറയുടെ അടുത്ത സൂപ്പർ താരമായ ബുംറയെ കൂടി രാജസ്ഥാൻ ടീമിലേക്ക് കൊണ്ടുവരാനാണ് രാജസ്ഥാൻ്റെ പദ്ധതി. ബുംറയ്ക്ക് മുംബൈ ടീമിൽ കളിക്കാൻ താല്പര്യമില്ല. പാണ്ഡ്യ ക്യാപ്റ്റനായ ശേഷം ബുംറയും പാണ്ഡ്യയും തമ്മിൽ ഒരുപാട് തർക്കങ്ങളുണ്ടായിരുന്നു. രോഹിത് ശർമ്മയെ പോലെയല്ല പാണ്ഡ്യ. ബുംറയ്ക്ക് നല്ലൊരു സപ്പോർട്ട് പാണ്ഡ്യ കൊടുക്കുന്നില്ല. ഇപ്പോഴത്തെ ബുംറ ലേലത്തിലേക്ക് വരാൻ പോവുകയാണ്. ബുംറയെ രാജസ്ഥാൻ സ്വന്തമാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ബുംറയുമായിട്ട് രാജസ്ഥാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മുംബൈ ടീമിന്റെ റീറ്റെയിൻ ലിസ്റ്റിൽ ബുംറയുടെ പേര് ഉണ്ടായിരിക്കില്ല. ബുംറയെ കൂടി രാജസ്ഥാനിലെത്തിയാൽ അത് സഞ്ജുവിന് ലോട്ടറിയാണ്. ബുംറ ബോൾട്ട് കോംബോ ഒരു രക്ഷയും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അടുത്ത IPL നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.